ടീച്ചർ കഹായെ അംഗനവാടി ടീച്ചർ ഒരു എരുമേനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് അംഗനവാടിയാണ്. ദരിയാപൂറാണിത്. ബീഹാറിലെ ഗയാ ജില്ലയിൽ ഉള്ള ഗ്രാമം. ഈ ഗ്രാമത്തിലെ അംഗനവാടിയാണ് വാട്ടർ സൈക്കിൾ ഡയറി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അംഗനവാടി. ഒരു എരുമേനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് അംഗനവാടിയാണ്. ഇവിടെ പണ്ടപ്പോഴോ വരച്ച കുറച്ച് ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഇതിനകത്ത് ആരോ സിമെൻ്റൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 4 ചാക്ക് സിമെന്റ് വെച്ചിട്ടുണ്ട്. ആകെ പശുത്തൊഴുത്ത് ഇതിലും ഭേദം. ഇത് അംഗനവാടിയാണോ? ഇവിടുത്തെ മിനിസ്റ്റേഴ്സൊക്കെയാണ് ഇവരൊക്കെ ഇവിടെ എന്നെ കാണിക്കാൻ നിൽക്കുക. ഇവരുടെ മക്കളെയോ കൊച്ചുമക്കളോ ഇതുപോലുള്ള അംഗൻവാടി കൊണ്ടുവിടും. എന്തൊക്കെ രോഗം വന്ന ആൾക്കാരെ അവിടെ മരിക്കും. ഇത് എൻ്റെ ഒരു നല്ലൊരു ഫാനോ ഒരു കാറ്റോ ഒരു ചുറ്റും ഒരു ശുദ്ധമായ അന്തരീക്ഷമെങ്കിലും വേണ്ടേ? നമ്മൾ പണ്ടൊക്കെ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഒരു ശുദ്ധമായ നല്ല അന്തരീക്ഷത്തിലൊക്കെയാണ് പുറത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും ഇല്ല. ഇത് എന്നാടാ തൊഴുത്ത് ഇതിലും ഭേദാലും. കഷ്ടമുണ്ട്. ഇപ്പം ചിലവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞ കേട്ടു, മുഖ്യമന്ത്രി നരകിച്ചാൽ ചാവുള്ളൂ, നരകിച്ച അയാൾ ഈ നാട് കണ്ടിട്ട്. അപ്പം ഇവിടെയൊക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരൊക്കെ എന്ത് ചെയ്യണേ? മന്ത്രിമാരെങ്ങനെയാണ് ചാവണേ? ദൈവമേ, അവരൊക്കെ എന്നാ കാണിക്കാൻ നമ്മൾ കേട്ടോ. സത്യം പറഞ്ഞാലുള്ള ഒരു കാര്യം പറയാമല്ലോ, ഈ മറ്റ് സംസ്ഥാനങ്ങളല്ല, മറ്റു രാജ്യങ്ങൾ, സംസ്ഥാനം മാത്രം രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ സുഡാനിലൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഉത്തര കൊറിയ, അവരൊക്കെ വലിയ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ആക്രമണം നടക്കാം. ഏറ്റവും സുരക്ഷിതമായിട്ട് ഇച്ചിരി ഭാഗ്യത്തോടു കൂടി ജീവിക്കുന്നത് നമ്മൾ മലയാളികൾ മാത്രമായിരിക്കും. ഉള്ള കാര്യം പറയാറ്. നമുക്കൊരു ദുരന്തം ഇല്ലയെന്നല്ല, പക്ഷെ ഇത്രത്തോളം ഒന്നും ഭീകരമല്ല. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ്. നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. കഷ്ടമുണ്ടടാ. ഇങ്ങനെയൊക്കെ ശത്രുക്കളോട് പോലും ചെയ്യരുത്. ഒരു നാടൊക്കെ വിശ്വസിച്ച് ഇവൻ്റെയൊക്കെ ഈ സ്ഥലത്തേക്കൊക്കെ വോട്ടിന് ചോദിച്ച് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ആയിരിക്കും വേണമെങ്കിൽ ഇവർ തൊഴുത്തിൽ ചാടാനൊക്കെ വരും. ചിലപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എടുത്ത് അവിടെ നിന്ന് ഫുഡും കഴിക്കും. അവർ വോട്ടർമാരുടെ അടുത്ത് നിന്ന് കുറച്ച് ജയിച്ച ഈ സ്ഥാനത്തിലേക്ക്, മന്ത്രിസ്ഥാനത്തേക്ക് കയറി ആ പരിസരത്തേക്ക് പോലും പോവില്ല. കഷ്ടമുണ്ട്. നമ്മൾ ഭേദമാണ്. നമ്മൾ മലയാളികളായി നമുക്ക് നന്ദി പറയാം. ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും ജനിക്കാതിരുന്നത്.